അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിന്റെയും പിതൃസ്ഥാനീയരായ ആലങ്ങോട്ട് സംഘത്തിന്റെയും നേതൃത്വത്തിൽ ശബരിമലയിൽ ശ്രീവേലി എഴുന്നള്ളത്ത് നടന്നു. തുടർന്ന് 18 പടികൾ കഴുകി കർപ്പൂര പൂജയും ആരാധനയും നടത്തിയാണ് സംഘം പിരിഞ്ഞത്. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ ശ്രീവേലി എഴുന്നള്ളത്താണ് ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി മാറ്റിയത്. ജനുവരി 15 വൈകിട്ട് 5 മാളിയപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന അമ്പലപ്പുഴ സംഘത്തിന്റേതായിരുന്നു ആദ്യ എഴുന്നള്ളത്ത്. സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ 250ഓളം പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണിമണ്ഡപത്തിലെ പൂജാരി പൂജിച്ചു നൽകിയ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള തിടമ്പും തിരുവാഭരണത്തോടൊപ്പം എത്തിയ കൊടിക്കൂറയും എഴുന്നള്ളിച്ചു. സ്വാമിമാരും മാളിയപ്പുറങ്ങളും കർപ്പൂര താലമേന്തി എഴുന്നള്ളത്തിൽ അണിനിരന്നു. തുടർന്ന് എന്റെ അനുഷ്ഠാനങ്ങൾ, എന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പതിനെട്ടാം പടിയിൽ കർപ്പൂര ആരതി നടത്തി. അതിനുശേഷം ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മാളിയപ്പുറത്ത് എത്തി ഇറക്കി എഴുന്നള്ളിച്ചു. മാളിയപ്പുറത്തു നിന്ന് തിരികെ എത്തി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിച്ച് കർപ്പൂരാഴി പൂജ നടത്തിയതോടെ 10 നാൾ നീണ്ട അമ്പലപ്പുഴ സംഘത്തിന്റെ ശബരിമല തീർത്ഥാടനത്തിന് സമാപനമായി. മകരവിളക്ക് ദിനത്തിൽ രാവിലെ നെയ്യഭിഷേകവും അത്താഴപൂജയ്ക്ക് മഹാനിവേദ്യവും സംഘം നടത്തി. അമ്പലപ്പുഴ സംഘം പ്രസിഡന്റ് R ഗോപകുമാർ, കരപ്പെരിയന്മാരായ സദാശിവൻ പിള്ള, ചന്തു എന്നിവർ നേതൃത്വം നൽകി. അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയരായി കരുതപ്പെടുന്ന ആലങ്ങാട് സംഘത്തിന്റെ കർപ്പൂരതാലം എഴുന്നള്ളത്തും സന്നിധാനത്ത് നടന്നു. പെരിയോൻ പ്രദീപ് R മേനോൻ സ്വാമിയുടെ നേതൃത്വത്തിൽ അയ്യപ്പനെ ഭജിച്ചു നീങ്ങിയ സംഘം ഭക്തിയുടെ നിറവിൽ ചുവടുവെച്ചു. മാളിയപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്നും പൂജിച്ചു വാങ്ങിയ ഗോളകയും കൊടിക്കൂറയും തിരുവാഭരണത്തോടൊപ്പം എത്തിയ തിടമ്പും ചാർത്തിയാണ് കർപ്പൂരതാലം എഴുന്നള്ളിച്ചത്. ശുഭ്രവസ്ത്രം ധരിച്ച് കർപ്പൂരതാലമേന്തി യോഗാംഗങ്ങൾ അണിനിരന്നു. ആലങ്ങാട് ചെമ്പോല കളരിയിലാണ് അയ്യപ്പൻ ആയോധന കല അഭ്യസിച്ചതിന് ശേഷമാണ് എരുമേലിൽ പോയതെന്നാണ് വിശ്വാസം. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ 18ാം പടിയിൽ എത്തിയ ശേഷം പടികൾ കഴുകി കർപ്പൂര പൂജയും ആരാധനയും നടത്തി അയ്യപ്പ ദർശനശേഷം മാളിയപ്പുറത്തേക്ക് മടങ്ങി. സംഘം പ്രസിഡന്റ് സജീവ് കുമാർ തത്തയിൽ, സെക്രട്ടറി രാജു എരുമക്കാട്, രക്ഷാധികാരി ഡോക്ടർ രാജഗോപാൽ എന്നിവർ നേതൃത്വം നൽകി.